എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ കാണുന്നവർക്കും എനിക്കറിയാവുന്ന എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പല വീഡിയോയിലൂടെയും പിന്നെ പല ആൾക്കാരും ഇവിടുന്നൊക്കെ ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാനിന്ന് എൻ്റെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്നത്. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുണ്ടായ കാരണങ്ങളും അതിലോട്ട് എത്തിയ ഇതുമാണ് കേട്ടോ ഞാനിന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്നത്. കോവിഡ് കാലത്ത് ഒരിക്കലും ആരും മറക്കാൻ പറ്റാത്ത നമ്മുടെ ഭൂതകാലം, ആ സമയത്ത് രണ്ടാമത്തെ കോവിഡ് സന്തോഷമായിട്ട് വരവറിയിച്ച് ഇങ്ങനെ തിമിർത്താടിയ സമയത്താണ് എനിക്ക് അനുഭവം ഉണ്ടായത്. എനിക്കൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഏകദേശം എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഏകദേശം എനിക്ക് ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഞാനൊരു ഡയബറ്റിക്കായി മാറി. അത് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു ഷുഗർ എന്ന് മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. അതിനോട് അനുബന്ധിച്ച് പ്രഗ്നൻസി നീണ്ട് പോകുന്ന ആ ടൈമിൽ ഷുഗറിന് കൂട്ടായിട്ട് BP, പ്രഷർ, ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറയുന്ന ഒരു ബന്ധുവും കൂടി കടന്നു വന്നു. പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സുഹൃത്തുക്കളായി കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പം കുറച്ചുകൂടി കാലം കഴിഞ്ഞ് ഒരു 7 month ആയിപ്പോൾ അതാ കൊളസ്ട്രോളും കൂടി കൂട്ടുകൂടി. അവർക്ക് തോന്നിക്കാണും ഒരാളെയും കൂടി കൂട്ടാം, അല്ലെങ്കിൽ ഈ കക്ഷിക്ക് തോന്നിക്കാണും രണ്ടുപേരും സംസാരിച്ചൊക്കെ സുഖമായിട്ട് ഇരിക്കുമല്ലേ, ഞാനും കൂടി അങ്ങ് കൂടിയേക്കാന്ന്. എന്തായാലും 3 പേരും കൂടി സന്തോഷകരമായിട്ടങ്ങ് ആരംഭിച്ചു. അങ്ങനെ പ്രഗ്നൻസി പീരീഡൊക്കെ കഴിഞ്ഞ് വീണ്ടും 1 വർഷം 1.5 വർഷമൊക്കെ ആയി ചെക്കപ്പ് കഴിഞ്ഞ് നോക്കുമ്പം ആദ്യം വന്ന ആ സുഹൃത്ത് എന്തോ എന്നെ അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആ കക്ഷി, ആ ഷുഗർ എന്ന് നമ്മൾ പറയുന്ന ആ സാധനം, ആ കൂട്ടുകാരി നമ്മളെ വിട്ടങ്ങ് പോയി. അന്ന് മുതൽ എന്നല്ല, ഈ ഷുഗർ ഉണ്ട് കണ്ടുപിടിച്ച അന്ന് മുതൽ പിന്നെ പ്രഗ്നൻസിക്ക് ശേഷം, ഡെലിവറിക്ക് ശേഷം ഞാൻ മധുരങ്ങളൊക്കെ കഴിക്കുന്നത്, മധുരം എന്ന് പറഞ്ഞാൽ ലഡു ഇതൊക്കെ കിട്ടിയ കൊതി വരുന്ന സാധനങ്ങളൊക്കെ കഴിക്കും. എന്നാലും മുമ്പത്തെ പോലെ ഒത്തിരി മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നിർത്തി. പിന്നെ ഡയറക്റ്റ് പഞ്ചസാര ആഡ് ചെയ്ത് വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കാറായി. എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. വീട്ടിൽ ഇതൊക്കെ ഒഴിവാക്കിയ കാരണം ധാരാളം കേക്കൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ പായസങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അത് തീരുന്നവരെ ഞാൻ സ്വന്തം കഴിക്കുന്ന ശീലമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒഴിവാക്കി അത്യാവശ്യം പുറത്തുനിന്ന് കിട്ടുന്നതൊക്കെ കഴിച്ച് അങ്ങ് പോയി. എന്തായാലും ഈ കക്ഷി അതുകൊണ്ട് എന്നോട് പിണങ്ങി അങ്ങോട്ട് പോയി. പിന്നെയോ ഞാൻ വിചാരിച്ചു മറ്റു 2 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരാൾ പോയപ്പോൾ എന്തായാലും മറ്റു 2 പേരും സ്വാഭാവികമായി പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. പോയി എന്ന് വിചാരിച്ച് ചെക്കപ്പിലോട്ടൊന്നും പോയില്ല. പിന്നെ നമ്മളുടെ ജീവിത തിരക്കിൽ ഇതിനൊട്ട് സമയവും കിട്ടിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ കടന്നു വന്നു, കൊല്ലങ്ങൾ ഇങ്ങനെ കടന്നു വന്നു ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷം, ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ആണ് എനിക്കൊരു ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് കടക്കേണ്ടി വന്നത്. അതിനു മുമ്പ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ജോലി തിരക്കിൽ അസ്വസ്ഥതയും ദേഷ്യവും പിന്നെ അല്ലെ മാനസിക പിരിമുറുക്കവും ഇതൊക്കെ നമുക്ക് ഡെയിലി നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും, അതുകൂടാതെ ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി മഴയും കാറ്റും വെയിലും പോലെ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് കൊല്ലങ്ങൾ അങ്ങോട്ട് കഴിയുള്ളൂ, നമ്മുടെ ഒരു ലൈഫ് സ്പാൻ അങ്ങോട്ട് ചക്രം പൂർത്തിയാവുകയുള്ളൂ. അത് എന്നെ സംബന്ധിച്ചും അത് കുറച്ച് അധികമായിരുന്നു, വ്യവസ്ഥകൾ മാറി മാറി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി കൊളസ്ട്രോളും BP ഒക്കെ ബ്ലഡ് പ്രഷറും ഒക്കെ അവർ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ, എനിക്ക് കൂട്ടായിട്ട് ആരെങ്കിലും വേണ്ടേ, ഞാൻ ഒറ്റയ്ക്കാവണ്ട എന്ന് ചിന്തിച്ച് അവരെൻ്റെ കൂടെ പൂർവാധികം ശക്തിയായി തന്നെ എൻ്റെ കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് തന്നെ അവരും എല്ലാ ദിവസവും ഇങ്ങനെ മയങ്ങി നിന്നിരുന്നു. അതെനിക്കറിയാൻ താമസിച്ചു പോയി. കാരണം ജീവിത പ്രാരാബ്ദങ്ങളിലും തിരക്കിലും ഡോക്ടേഴ്സിനെ കാണുന്നത് കുറവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണല്ലോ ഈ നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ വന്നത്.
ആ മാനസിക ടെൻഷനും ഇതെല്ലാം കൂടെ വന്നു. ഇതെല്ലാം കൂടെ ചെന്നു എനിക്ക് അതുവരെ ആ സമയം വരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും 40 വയസ്സൊന്നും എനിക്ക് ആയിട്ടില്ല ആ സമയത്തൊന്നും. അപ്പോഴൊന്നും എനിക്ക് യാതൊരുവിധ അങ്ങനെ വലിയ ഹേർട്ടിൻ്റെ പ്രശ്നങ്ങളോ വേറൊന്നുമില്ല. ഇവർ രണ്ടുപേരും, ഈ 2 സുഹൃത്തുക്കൾ മാത്രം എൻ്റെ കൂടെയുള്ളൂ. അതനുസരിച്ച് ഞാൻ ഭക്ഷണത്തിലൊക്കെ പിന്നീട് മാറ്റങ്ങൾ വരുത്തി കേട്ടോ. അച്ചാറൊക്കെ കുറേ ഒഴിവാക്കി, പപ്പടം എന്ന് പറയുന്ന സംഭവയെ ഒഴിവാക്കി, ഉപ്പേരികൾ ഒഴിവാക്കി, ചിപ്സ്, ഇഷ്ടപ്പെട്ട ചിപ്സുകൾ ഒഴിവാക്കി, ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു മോശമായിട്ട് പറയാനുള്ളത് എക്സസൈസുകൾ കുറവാണ്. എക്സസൈസ് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നാലും ഒത്തിരി വ്യായാമം ബോഡിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഒരു ചെറിയൊരു പരിധിയായി എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്നും എനിക്ക് എടുത്തു പറയേണ്ടതായി തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ചു കാലം വീട്ടിൽ നമ്മൾ അടച്ചിട്ട സമയത്താണ് എനിക്ക് ആദ്യം കൈവേദന, അതായത് ഷോൾഡർ പെയിനാണ് വന്നത്. ചെസ്റ്റൊക്കെ ഫ്രീ ആയിട്ടിരുന്നു, ചെസ്റ്റിലൊന്നും ആരും കുത്തി നോവിച്ചിട്ടേ ഇല്ല. കൈ വല്ലാതെ പെയിൻ എന്ന് പറയുമ്പം കൈവേദന പറഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കോവിഡിൻ്റെ സമയമല്ലേടോ, എല്ലാവർക്കും മനസ്സിൽ ജീവിക്കാനുള്ളൊരു ടെൻഷനും പിന്നെ അതുമല്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നാട്ടിൽ മൊത്തം വന്ന വിനാശത്തിന് നമുക്ക് മാത്രം എന്തിനു സ്വാർത്ഥത, നമുക്ക് മാത്രം എന്താ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോകുന്നു. അപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചക്കാലം എനിക്ക് ഈ ഷോൾഡർ പെയിൻ, പിന്നെ കുറച്ച് താഴെ ഇവിടേക്ക് പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസത്തിൽ പല ഘട്ടങ്ങളായിട്ടാണ് ഈ പെയിൻ ഇങ്ങനെ വരുന്നു പോകുന്നു. പിന്നെ കഴുത്തിൻ്റെ പുറകുവശത്ത് ഈ ഭാഗത്താണ് എനിക്ക് അധികം വേദന. ഈ ഷോൾഡർ പെയിനിനെ കഴിഞ്ഞും കൂടുതൽ കഴുത്തിൻ്റെ പുറകിലോട്ട് വേദന വരുമ്പം ആ വേദന അങ്ങോട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുന്നത്, ആരെങ്കിലുമൊക്കെ പണ്ട് കോഴീനിങ്ങനെ പിരിച്ച് മുറിക്കുമ്പം ആ കോഴിക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അതുപോലെ ഒരു വേദനയാണ് ഇങ്ങനെ ഒരു വേദന. എനിക്കതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ് കേട്ടോ. കോഴീനെ ഇങ്ങനെ കഴുത്ത് പിരിച്ച് മുറുക്കുമ്പം ആ കോഴി അനുഭവിച്ച ആ വേദനയായിരുന്നു കേട്ടോ ഞാനും ഈ ഭാഗത്ത് വെച്ച് അനുഭവിച്ചത്. ഒരാഴ്ചക്കാലം പല ഡോക്ടറെയും ഞാനിങ്ങനെ കണ്ടു, എല്ലാവരും ആരും എനിക്കൊരു ഹേർട്ട് അറ്റാക്ക് വരാൻ, ഒരു ബ്ലോക്ക് വരാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ഒരാൾക്കും തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ ഒരു അറ്റാക്ക് വരുന്നതിന് പ്രായത്തിൻ്റെതായിരിക്കും ചിലപ്പം, എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഷോൾഡർ പെയിൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്ക് BP വളരെ കാലമായിട്ട് ആ സമയത്ത് എനിക്ക് BP സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10-12 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണോ? പക്ഷെ അത് ഞാൻ ചില ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞേ അങ്ങനെയൊന്നുമല്ല. എന്നാലും ഈ 5 ദിവസവും ഞാൻ ECGയും കണ്ടിന്യൂസ് ആയി എടുത്തുകൊണ്ടിരുന്നു. 5 ഹോസ്പിറ്റലും 5 ഡോക്ടറെ കാണിക്കുമ്പോഴും ECGയും കണ്ടിന്യൂസ് ആയി നമ്മൾ എടുത്തു. പക്ഷേ ECGയിൽ യാതൊരുവിധ വേരിയേഷനും കണ്ടിട്ടില്ല. ECG ഒരു ചെറിയ വേരിയേഷൻ കണ്ടാലല്ലേ ഒരു ചെറിയ ഡൗട്ടിന് മറ്റൊരു ടെസ്റ്റ് എഴുതേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ചാൻസും അവിടെ ഇല്ലാതെ പോയി. ആ സമയത്ത് തന്നെ മറ്റൊരു ടെസ്റ്റ്, ഒരു TMD ചെയ്തിരുന്നുവെങ്കിൽ അപ്പം തന്നെ കണ്ടുപിടിക്കായിരുന്നു. TMDയിലോട്ട് പോയില്ല. പിന്നെ വേദന എനിക്ക് അധികമായി, വളരെയധികം വേദന, ഇരിക്കാനും നിൽക്കാനും പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് തന്നെ മനസ്സിൽ തോന്നി ഒരു ഡോക്ടറെ കാണിക്കാവുന്ന. അങ്ങനെയാണ് ഡോക്ടർ സൗരവ് റായ് ദീപ നഴ്സിംഗ് ഹോമിൽ വിസിറ്റിംഗ് ഡോക്ടറാണ്. അദ്ദേഹത്തെ പോയി കാണിക്കുകയും ഞാനിങ്ങനെ ഇത്രത്തോളം എനിക്ക് പെയിൻ ഇവിടെയാണ്, വളരെയധികം പെയിൻ ഇവിടെയാണ്, കയ്യിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ എക്സ്പ്ലനേഷൻ, നമ്മളിത് സംസാരിക്കാൻ നിൽക്കണ്ട. കോവിഡിൻ്റെ സമയമാണല്ലോ, കോവിഡ് ടെസ്റ്റ് ചെയ്യൂ, ആ റിസൾട്ട് എന്നോട് പറയൂ, സാറിന് നമ്പർ തന്നിരുന്നു, പറയൂ, നാളെ നേരം വെളുത്ത് ഫസ്റ്റ് തന്നെ മാംഗ്ലൂരിലോട്ട് എത്തും, AJ ഹോസ്പിറ്റലിലോട്ട് എത്തും എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ കോവിഡ് ടെസ്റ്റിനായി വെയിറ്റ് ചെയ്തു. ബാക്കി കഥ നാളെ പറയാം.